നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ ക്ഷീരസംഗമം ശ്രീനാരായണപുരത്ത് മന്ത്രി കെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യവിരുദ്ധർ തകർത്ത സിപിഐ കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുനർനിർമ്മിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസ് മോടി പിടിപ്പിക്കൽ തർക്കം സെക്രട്ടറിയെ LDF പ്രവർത്തകർ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലുൽപാദന വർധനവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായികാടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാലുൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം 2024-25 ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകർ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമല്ല, രാജ്യത്തെ ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1ാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. 14 ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നതെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് 10.75 ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെ മന്ത്രി ആദരിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എറണാകുളം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശർങ്ങാധരൻ, MK ഫൽഗുനൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദങ്കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, മിൽമ എറണാകുളം മേഖല യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, ഷാജു വെളിയൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീരകർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം പോലെ പ്രധാനമാണ് അന്തസ്സോടെ മരിക്കാനുള്ള പൗരന്റെ അവകാശവുമെന്ന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ലിവിംഗ് വില്ലിനെ കുറിച്ച് അന്തിക്കാട് സെന്ററിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പ്രവർത്തകനായ ഡോക്ടർ ദിവാകരൻ ക്ലാസിന് നേതൃത്വം നൽകി. പ്രായപൂർത്തിയായ ചിന്താശേഷിയുള്ള ഒരാൾക്ക് അയാളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരവകാശം അയാൾക്കുണ്ട്. അതാണ് ഏറ്റവും ഉപയോഗിക്കേണ്ട കാര്യം. അപ്പോൾ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാൾക്ക് തനിക്ക് വന്ന് ഭവിച്ചിട്ടുള്ള രോഗം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഈ രോഗത്തിന് എന്തൊക്കെ ചികിത്സ ലഭ്യമാണ്, ഈ ചികിത്സയുടെ ഗുണങ്ങൾ എത്രത്തോളമുണ്ട്, ഈ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്, ഇനി അഥവാ ചികിത്സ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ദോഷങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ചിന്താശേഷിയും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുമുള്ള ഒരാൾ അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ താൻ എങ്ങനെ ചികിത്സിക്കപ്പെടണം എന്ന് എഴുതി വയ്ക്കുന്ന രേഖയാണ് ലീവിംഗ് വെൽ.
ഭാരതത്തിൽ വർദ്ധിച്ചുവരുന്ന ഒരു ദുരിതമാണ് ജീവിതാന്ത്യകാലത്തെ തീവ്രപരിചരണം ഉണ്ടാകുന്നത്. ഇത് ഭാരതത്തിലും മറ്റും കുറച്ച് രാജ്യങ്ങളിലും മാത്രം നടക്കുന്ന ഒരു ക്രൂരതയാണ്. തീവ്രപരിചരണത്തിൽ കിടക്കവേ ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ ഭൂരിഭാഗം വ്യക്തികളെയും കൃത്രിമ ജീവനോപാധികളിൽ നിന്ന് മാറ്റി പാലിയേറ്റീവ് കെയർ നൽകുന്നതായാണ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെ പഠനം കാണിക്കുന്നത്. വെന്റിലേറ്റർ പോലുള്ള ഉപാധികളിൽ കൂടി മരണം എന്ന പ്രക്രിയ വലിച്ചു നീട്ടി വ്യക്തിയെ ദുരിതത്തിലാഴ്ത്തി കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. ഇത് നിയന്ത്രിക്കാൻ ലീവിംഗ് വിൽ വഴിയൊരുക്കുമെന്ന് സംഘാടകർ യോഗത്തിൽ പറഞ്ഞു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി അധ്യക്ഷനായി. സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, കൺവീനർ രാജീവൻ KG, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റോഷി, ഷിൽകുമാർ, രവികുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലെജൻഡ് വോളി കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വോളി ഫെസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. വോളിബോളിന്റെ പ്രതാപകാലത്തെ താരങ്ങൾ ഒത്തുചേർന്നപ്പോൾ TSGA സ്റ്റേഡിയം കായിക പ്രതിഭാ സംഗമത്തിന് സാക്ഷിയായി. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ടീമുകളിൽ ലിറ്റിൽ സ്കോളേഴ്സ് ദുബായ് അടക്കം 8 ടീമുകൾ പങ്കെടുത്തു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ 4 ടീമും വനിതാ വിഭാഗത്തിൽ 35 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന മത്സരവും നടന്നു. കോളേജ് ടീമുകളെ വെല്ലുന്ന രീതിയിൽ കളം നിറഞ്ഞു കളിച്ച മാസ്റ്റേഴ്സ് കളിക്കാർ പുത്തൻ തലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് നൽകിയത്. സമാപന സമ്മേളനത്തിൽ പ്രൊഫസർ VK സരസ്വതി അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം സലോമി രാമു മുഖ്യ അതിഥിയായിരുന്ന വേദിയിൽ പ്രമുഖ വ്യവസായിയും ഇന്ത്യ വെസ്റ്റ് ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ CP സാലിക് സമ്മാനദാനം നിർവഹിച്ചു. ഇന്റർനാഷണൽ വോളിബോൾ താരങ്ങളായ SA മധു, PC ഗോപിദാസ്, CG അജിത് കുമാർ, ജോഫി ജോർജ്, ഷെഫീർ കുറ്റിക്കാട്ട്, ഷിറാസ് കാവുങ്ങൽ, PC രവി, ദില്ലി രത്നം, നൌഷാദ് ബാബു, PS സുമൻകുമാർ എന്നിവർ സംസാരിച്ചു. 50 വയസ്സിൽ മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ വോളി ഫ്രണ്ട്സ് തൃശൂർ ജേതാക്കളായി. മാസ്റ്റർ സ്പേക്കേഴ്സ് കണ്ണൂർ 2ാം സ്ഥാനം നേടി. 60 വയസ്സ് വിഭാഗത്തിൽ രാജൻ ബ്രദേഴ്സ് കണ്ണൂർ വിജയിച്ചു. ലെജൻസ് വോളി കേരള 2ാമതെത്തി. 60-ന് മുകളിലുള്ള മികച്ച താരങ്ങളായി മാസ്റ്റർ സ്പേക്കേഴ്സ് കണ്ണൂരിൻ്റെ പ്രേമൻ, ലെജൻസിൻ്റെ സെറ്റർ ഉണ്ണികൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. ലെജൻസ് വോളി കേരളയുടെ മാത്യൂസ് ആണ് ബെസ്റ്റ് അറ്റാക്കർ. 50 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായി റോബിൻ, ബെസ്റ്റ് സെറ്ററായി ബെന്നി, ബെസ്റ്റ് അറ്റാക്കറായി പ്രകാശൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. JTUC നാട്ടിക മണ്ഡലം സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഒരു സമരമാണ്, ബഹുജന മുന്നേറ്റമാണ് കർഷകരുടെ. എന്നാൽ അപ്പോഴും കർഷകർ വഞ്ചിക്കുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. ആ നിയമനം പിൻവലിക്കുമ്പോൾ പാർലമെന്റിൽ കർഷകരുടെ ക്ഷേമത്തിന് ആവശ്യമായ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ പദ്ധതികൾ ഒന്നുപോലും നടപ്പിലായി. അപ്പൊ തൊഴിൽ മേഖലയിലും കാർഷിക മേഖലയിലും ഉള്ള ജനങ്ങൾക്കെതിരായിട്ടുള്ള ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. അങ്ങനെ ഒരു മോദി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധങ്ങളായ സമരങ്ങൾ നമ്മുടെ രാജ്യം നടത്തുകയാണ്. JTUC ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പുള്ളി അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ പ്രകാശൻ കാരാട്ടുപറമ്പിൽ, അഡ്വക്കേറ്റ് മഹേന്ദ്ര, AK അനിൽകുമാർ, TK മാധവൻ, PH നസീർ, ജ്യോതി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം പ്രസിഡന്റായി ബിജീഷ് പോളിനെയും ജനറൽ സെക്രട്ടറിയായി ലാൽ കച്ചില്ലത്തിനെയും ട്രഷററായി നിവേദിനെയും വൈസ് പ്രസിഡന്റുമാരായി മേനുജ സുമേഷ് തെക്കിനെയടത്ത്, ജ്യോതിലക്ഷ്മി സുഗതൻ, കോർഡിനേറ്ററായി മധുലാൽ പള്ളത്തിനെയും തെരഞ്ഞെടുത്തു. അക്ഷരം പ്രതി വായനക്കൂട്ടത്തിന്റെ പ്രതിമാസ പുസ്തക ചർച്ച നടത്തി. സലീം ചാമക്കാലയുടെ മൺചെരാതുകൾ നോവൽ ചർച്ച ചെയ്തു. MT അനുസ്മരണവും നടത്തി. NN പിള്ള നാടക പുരസ്കാരം ലഭിച്ച NV ആയില്യത്തിനെ ചടങ്ങിൽ ആദരിച്ചു. അക്ഷരം പ്രതി കോർഡിനേറ്റർ ലാൽ കച്ചില്ലം, ഗോപി തൃപ്രയാർ, PN പ്രൊവിറ്റ്, KM അബ്ദുൽ മജീദ്, നൌഷാദ് പാട്ടുകുളങ്ങര, മണികണ്ഠൻ കോട്ടാമ്പുള്ളി തുടങ്ങിയവർ MT അനുസ്മരണ പ്രഭാഷണത്തിലും പുസ്തക ചർച്ചയിലും പങ്കെടുത്തു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുനിൽ വേളേക്കാട്ട്, അബ്ദുറഹ്മാൻ ചാമക്കാല, ഷൈജൻ, ശ്രീവത്സം, അസീസ് PA, അബ്ദുറഹ്മാൻ പള്ളിപ്പറമ്പിൽ, രാധാകൃഷ്ണൻ കാരയിൽ, തെക്കൂട്ട്, സലീം ചാമക്കാല എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യൂസ് സഹദായയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ നിർവഹിച്ചു.
ഞായറാഴ്ച രാവിലെ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര നേതൃത്വം നൽകി. തുടർന്ന് അമ്പ് വെഞ്ചരിപ്പ്, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ ഉണ്ടായി. വൈകിട്ട് നടത്തിയ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് വള്ളൂരാൻ മുഖ്യ കാർമ്മികനായി. തുടർന്ന് കൂടുതുറക്കൽ കർമ്മവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ, ബൈജു ജോർജ്, ജിൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പിള്ളി മന ദാമോദരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കല്ലേലി താമരപ്പിള്ളി മന ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രാഘവേന്ദ്ര ആചാര്യ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന ഉത്സവമായ ഭഗവാന്റെ പള്ളിവേട്ട ആഘോഷം ജനുവരി 18 ശനിയാഴ്ച നടത്തും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിന് അണിനിരക്കും. പ്രശസ്ത വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ ഉണ്ടാകും. ജനുവരി 19 രാവിലെ ക്ഷേത്രകുളത്തിൽ ശാസ്താവിൻ്റെ ആറാട്ടും ഉണ്ടായിരിക്കുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. AJ Gold and Diamonds, Tripuriyar Junction. Christmas and New Year offer. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, Tripuriyar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6
അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്. സാമൂഹ്യ വിരുദ്ധർ തകർത്ത CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ സഖാവ് CK മാധവൻ സ്മാരക മന്ദിരം പുനർനിർമ്മിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് നമ്മൾ തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നയപരിപാടി തന്നെ പിന്നീട് തിരുത്തി നമ്മൾ ജനകീയമായി പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ സോഷ്യലിസ്റ്റ് സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കട്ട തീസിസ് തന്നെ തിരുത്താനും ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കും. ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് നാടിനോട് നമുക്ക് വന്ന തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് തിരുത്തിയ പ്രസ്ഥാനം കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യം ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പാറൻ സ്മാരക സ്തൂപം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടി രണ്ട് രീതിയിലാണ് ഇടപെട്ടത്. ഒന്ന്, നമ്മൾ പ്രതിഷേധം എന്ന നിലയിൽ ഇടപെടുകയും ശക്തമായ നിലയിൽ പോലീസിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് കർശന നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന വഴികൾ ഈ ഗുണ്ടകളാരും മറന്നു പോകരുത്. കാരണം ഇത് പുനർനിർമ്മിച്ച് പെയിന്റ് അടിച്ച് വീണ്ടും സ്ഥാപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ജനങ്ങളോടും പറയുന്നത്, ഇത് ജനങ്ങളുടെ ഓഫീസായി എന്നുകൂടി ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല, JP പോലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയാൽ ആരും ചോദിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണ ചില ആൾക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഇതൊക്കെ നടത്തിയിട്ടുള്ളത്. ഞാൻ വളരെ ആത്മാർത്ഥമായി വളരെ സൗമ്യതയോടുകൂടി പറയുന്നത്, ഇനി മേലാൽ അത്തരമൊരു സന്ദർഭം ഇവിടെ ഉണ്ടായാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല എന്ന കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം TB ഷാജി അധ്യക്ഷനായി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജോബി, KM ജയദേവൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR സുനിൽ, ഷീല വിജയകുമാർ, ഉല്ലാസ് കണ്ണോളി, KK രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഉയർമ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. സിനിമ നാടക ആക്ടിവിസ്റ്റ് സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ വിശിഷ്ട അതിഥിയായിരുന്നു. അതുകൂടാതെ ഇവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രക്ഷകർത്താക്കളും പൊതുസമൂഹവും താഴേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ദിവസമെങ്കിലും ഇപ്പം നമുക്കറിയാം, ഈ മേഖലയിലുള്ളവർ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവരെ പുറത്തൊരു ദിവസം പുറത്തു കൊണ്ടുപോയി അവരെ ഇതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുക, പുറത്തൊരു നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് താല്പര്യമുള്ള ഇപ്പോൾ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തൊക്കെ ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള ചില കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി അനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, വാർഡ് മെമ്പർമാരായ മിനി സജീവ്, KV ഇന്ദുലാൽ, രമ്യ ഗോപിനാഥ്, ശ്രീരാഗ്, സൂപ്പർവൈസർ നിത KM എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. എന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം
ഒരു മുളം തണ്ടിലൂ ഒഴുകി വന്നു. വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് സാന്ത്വനം മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. രക്ഷാധികാരി സി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗണേശമംഗലം വെസ്റ്റ് സ്വാതന്ത്ര്യ നഗറിലെ പ്രതാപൻ ചക്കാമടത്തിന്റെ വസതിയിൽ നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷനായി. രാജേന്ദ്രകുമാർ മാസ്റ്റർ, സെക്രട്ടറി കെ എ രാഹുലൻ, ജയരാജൻ വലിയാക്കൽ, റിട്ടയർ അധ്യാപിക സുധ ടീച്ചർ, സി കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ PS ഷാമിഖ്, CS അപർണ എന്നിവരെ വലിയാക്കൽ ശങ്കരൻ സ്മാരക പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ഭാരവാഹികളായി സി വി സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സി കെ പ്രേമൻ, സെക്രട്ടറി കെ എ രാഹുലൻ, ജോയിന്റ് സെക്രട്ടറി PA സുനിൽകുമാർ, ട്രഷറർ സി ദിവാകരൻ എന്നിവരെയും രക്ഷാധികാരികളായി സി കെ സുകുമാരൻ, VS ജയരാജൻ, സി കെ രാജൻ, KS മോഹനൻ, CA സുരേന്ദ്രൻ, NK കൃഷ്ണൻകുട്ടി എന്നിവരെയും തെരഞ്ഞെടുത്തു. PS സുനിൽകുമാർ, PV പ്രദീപ് കുമാർ, NK ലോഹിദാസൻ എന്നിവരടങ്ങിയ 21-അംഗ പ്രവർത്തക സമിതിയും രൂപീകരിച്ചു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2006-2007 ബാച്ച് തിരികെ വീണ്ടും എന്ന പേരിൽ ഒത്തുചേർന്നു. സ്കൂൾ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് A അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നുവെന്ന നമ്മുടെ ബഹുമാനായ ശ്രീനിവാസന്റെ സിനിമയിലെ പാട്ട് പോലെ തന്നെ തിരികെ നിങ്ങളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? വലിയൊരു സംഭാവനക്കോ അല്ലെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടാക്കാനോ വേണ്ടിയല്ല. ഒരു കാലത്ത് ഒരുമിച്ച് കളിച്ച് ചിരിച്ച് തല്ലുകൂടി വഴക്കുണ്ടാക്കി പഠിച്ച് ഒക്കെ തന്നെ പിരിഞ്ഞു പോയ നമ്മൾ ഓരോരുത്തരും കൂടിച്ചേരുമ്പോൾ അന്ന് കാണിച്ച സ്നേഹവും ഒരുപക്ഷെ അന്ന് നമ്മൾ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ തന്നെ മറന്നുകൊണ്ട് ഇന്ന് ഈ കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥകളും പറയാനുണ്ടായിരിക്കാം. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും മെഗാ മീറ്റപ്പ് പ്രോഗ്രാം സെക്രട്ടറിയുമായ സുഹൈൽ വാടാനപ്പള്ളി അധ്യക്ഷനായി. സ്കൂൾ PTA പ്രസിഡന്റ് RA ഷെരീഫ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത്, MM ആഷിഫ്, രഹന മുജീബ്, ഹല താഹ, KR റജീന, സുൽഫിക്കർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലം സ്കൂളിലെ PTA പ്രസിഡന്റും നിലവിലെ സ്കൂൾ വികസനകാര്യ സമിതി ചെയർമാനും കൂടിയായ VB അഹമ്മദ്, മുൻ അധ്യാപകരായ ശാന്ത, അംബിക, ജെസ്സി, ഗിരിജ, പുഷ്പവല്ലി, ഫാസില എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്കായി 101-അംഗ സ്വാഗത സംഘ രൂപീകരണം ഗണേശമംഗലം അശോക ഹാളിൽ വെച്ച് നടത്തി. വാടാനപ്പള്ളി ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്കായി 101-അംഗ സ്വാഗത സംഘ രൂപീകരണം ഗണേശമംഗലം അശോക ഹാളിൽ വെച്ച് നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ഉണ്ണി മുണ്ടൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാനായി വന്നേരി സുഗതൻ, ജനറൽ കൺവീനറായി പ്രദീപ് പണ്ടാരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. 2025 മാർച്ച് 30 ക്ഷേത്രപ്രതിഷ്ഠയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളും നടത്തും.
ക്ഷേത്രം പ്രസിഡന്റ് പ്രദീപ് പണ്ടാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സുനിൽകുമാർ, സമാജം പ്രസിഡന്റ് സേതുനാഥ് നടുപ്പറമ്പിൽ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ഉണ്ണി, സമ്പർക്ക പ്രമുഖ് മനോജ്, ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, മാതൃസമിതി പ്രസിഡന്റ് മാല ജഗദീഷ്, അമൃതബോധിനി സഭാ പ്രസിഡന്റ് സ്വാമി പട്ടുരുപുരയ്ക്കൽ, RSS സഹകാര്യവാഹക് ഗിരീഷ് മാസ്റ്റർ, മോഹനൻ ഇത്തിക്കാട്ട്, ഷിനോദ് കുട്ടൻ പാറൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന സുസ്ഥർഹ്യമായ സേവനത്തിന് മഞ്ഞിപ്പറമ്പിൽ വിജയനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം പൊളിച്ചതിൽ ഞങ്ങൾ ഇന്നലായിരുന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ സമിതിയുടെ യോഗം വിളിച്ചപ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ അഭിമുഖീകരിക്കാനൊരു സാഹചര്യം എനിക്കുണ്ടായി. കാരണം നേരിട്ടിട്ട് പങ്കില്ലെങ്കിലും ക്ഷേത്രം പൊളിച്ചുപോയല്ലോ, ആ തലസ്ഥാനത്ത് വേറൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ സത്വരമായിട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ ധാർമ്മികമായുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. കാലങ്ങളായി സുമംഗലികളായ സ്ത്രീകൾ ആചരിക്കുന്ന ധനുമാസത്തിലെ തിരുവാതിര വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മനോഹരമായി ആഘോഷിച്ചു. കഴിമ്പ്രം സ്കൂളിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപിക വത്സല ടീച്ചറും ക്ഷേത്രം തന്ത്രി മനോജ് ശാന്തിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തി തിരുവാതിരാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി തിരുവാതിരക്കളി സംഘം, പകൽവീട് അമ്മമാരുടെ ശ്രീരാമചന്ദ്ര തിരുവാതിരക്കളി സംഘം, പ്രണതോസ്മി തിരുവാതിരക്കളി സംഘം എന്നിവർ ക്ഷേത്രമുറ്റത്ത് ചുവടുവെച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VU ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ബൈജു ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്രസകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഖുർആൻ എക്സിബിഷൻ മത്സരത്തിന്റെ ഭാഗമായി ISC മദ്രസ തൃപ്രയാർ ഖുർആൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി നാട്ടിക ഏരിയ സെക്രട്ടറി നിഷാദ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് നാട്ടിക ക്ലസ്റ്റർ കോർഡിനേറ്റർ സാബിറ ടീച്ചർ, SIO ജില്ലാ പ്രസിഡന്റ് കഫീൽ, GIO ജില്ലാ പ്രസിഡന്റ് ഹിബ, PTA പ്രസിഡന്റ് അൻവർ എന്നിവർ സംസാരിച്ചു. ഖുർആനുമായി ബന്ധപ്പെട്ട് മദ്രസ കുട്ടികളുടെ നേതൃത്വത്തിൽ രചനകൾ, കാലിഗ്രാഫി, ഓഡിയോ, വീഡിയോ പ്രസന്റേഷൻ എന്നിവ പ്രദർശിപ്പിച്ചു. മദ്രസ നടത്തുന്ന എക്സിബിഷനാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഇവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണേണ്ടുന്ന ഒരു എക്സിബിഷൻ തന്നെയാണ്. മനുഷ്യകുലത്തിൻ്റെ ഒരു മാർഗദർശിയായിട്ട് അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുർആൻ കുറച്ചുകൂടി നമുക്ക് ഹൃദയത്തിലേക്ക് മനസ്സിലാക്കുന്ന സ്വഭാവത്തിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ കാഴ്ചക്കാർക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങളായിട്ട് ധാരാളം
പ്ലക്കാർഡുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള പല ബാനറുകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കാഴ്ചക്കാർക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഒരു മനുഷ്യൻ്റെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കേണ്ടുന്ന സംഗതികളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പൂർ മേഖലാ സമ്മേളനം നടന്നു. നിലവിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ ഭേദഗതി വരുത്തി മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിരവധി വർഷങ്ങളായി ടെക്നീഷ്യന്മാരായി ജോലി ചെയ്യുന്ന ഈ തൊഴിൽ രംഗം പുതിയ നിയമത്തിലൂടെ വൻ കുത്തക സ്ഥാപനങ്ങൾക്ക് തീരെഴുതാനുള്ള നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നതെന്നും ഈ നീക്കത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ സംഘടനാ സമരരംഗത്ത് ഇറങ്ങാനും സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്ന സൗകര്യം നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ നിർദ്ദേശം ഞാൻ ആ മെമ്മോറത്തിൽ ചില കാര്യങ്ങൾ വായിച്ചപ്പെട്ട മനസ്സിൽ കിടന്നത് നമ്മുടെ അതിൻ്റെ ആമുഖം പറഞ്ഞ ആൾ പറയേണ്ടായി, ഈ രംഗത്ത് ഒരു മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മൾ കാണേണ്ടത് ഇന്ന് നമ്മുടെ തൃപ്രയാർ മേഖലയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടും നമ്മുടെ ലാബ് ടെക്നീഷ്യന്മാർ ഒരുപാട് പ്രവർത്തക തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനാ പാഠവം നമ്മുടെ മുമ്പിൽ അനിവാര്യമാണ്. അപ്പോൾ അനിവാര്യത എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മേഖലാ പ്രസിഡന്റ് സ്നേഹലത KM അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് നേടിയ അംഗങ്ങളുടെ മക്കളായ കൃഷ്ണാഞ്ജന BD, ഐഷ അൻവർ എന്നിവർക്ക് MLA സ്നേഹോപഹാരം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം VC ദിലീപ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രമീള ദിലീപ് കുമാർ ID കാർഡ് വിതരണവും നടത്തി. KPMTA സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കൊടമന സംഘടനാ വിശദീകരണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം KS ഷാജു, തൃശൂർ ജില്ലാ സെക്രട്ടറി ഷേർലി പ്രേമൻ, ട്രഷറർ ലെസ്റ്റൻ പ്ലാശ്ശേരി, ഫാത്തിമ ഇബ്രാഹിം, മറ്റു മേഖലാ ഭാരവാഹികളായ കോമളം രാമകൃഷ്ണൻ, രാമദാസ്, ഹസീന, ശ്രീപ്രിയ, അനുപമ, ലൈനി, ഷൈല, അർജുനൻ, ഷാനവാസ്, സുലേഖ, സിമി പ്രകാശ്, ലത K എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഫാത്തിമ ഇബ്രാഹിം പ്രസിഡന്റായും സ്നേഹലത M സെക്രട്ടറിയായും ലത K ട്രഷററായും എന്നിവരടങ്ങുന്ന 17 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഇടവേള. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ.
എന്താ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വീണ്ടും വാർത്തകളിലേക്ക്. അനധികൃതമായി മണലൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് സ്റ്റിക്കർ വർക്ക് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ദീപ രമേശിനെ ഉപരോധിച്ചു. അതായത് നിങ്ങൾ ചെന്നോ സ്റ്റിക്കർ വർക്ക് സാറാ 3.5 ലക്ഷം രൂപ സ്റ്റിക്കർ വർക്ക് ACB വർക്ക് 4 കൊല്ലം കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി രാജിവെക്കുക. പഞ്ചായത്ത് സെക്രട്ടറി രാജിവെക്കുക. 2 മണിക്കൂർ ഉപരോധം തുടർന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർബന്ധപ്രകാരമാണ് യാതൊരു കേടുപാടുകളുമില്ലാത്ത ACP പ്രവൃത്തിക്ക് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കൽ നടത്തിയത്. ഈ പ്രവൃത്തി നടത്തേണ്ടതില്ലെന്നും പഞ്ചായത്തിന് അധിക ചിലവ് വരുന്നതാണെന്നും കാണിച്ച് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രസിഡന്റ് സൈമൺ തെക്കത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഓഫീസ് പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാൻ ഏറ്റെടുത്ത കോൺട്രാക്ടറോ അറിയാതെയാണ് വർക്ക് നടത്തിയത്. ഇതിനെതിരെയായിരുന്നു ഉപരോധം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിന് പരാതി നൽകി. ഇതേ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷാനി അനിൽകുമാർ, ഷേളി റാഫി, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, സിജു പച്ചാമ്പുള്ളി, LDF കൺവീനർ MR മോഹനൻ, CPI മണ്ഡലം സെക്രട്ടറി VR മനോജ്, KV വിനോദൻ, KV ഡേവിസ്, VG രാധാകൃഷ്ണൻ, TD ജോസ്, VV സജീന്ദ്രൻ, VV പ്രഭാത്, PK പ്രസാദ്, ധനമോൻ മഠത്തിപ്പറമ്പിൽ, PB ജോഷി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തൃപ്രയാർ ബീച്ച് വിശ്വദർശന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ MD അനുസ്മരണ യോഗം നടത്തി. KV പീതാംബരൻ സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം നോവലിസ്റ്റ് സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുകഥാകൃത്ത് KM മുഹമ്മദ് മുഖ്യാതിഥിയായി. വിശ്വദർശന ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KR സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സെക്രട്ടറി KB പ്രദീപ് കുമാർ, KK രാമകൃഷ്ണൻ, ജെമിനി സദാനന്ദൻ, KK പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കഷ്ടമായി പോയി. അതേസമയം ആ കൃതികളിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഈ മഞ്ഞ്, അതുപോലെ ഈ മറ്റ് അസുരവിത്താണെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല, അത് 4 കെട്ടാണെന്ന് സംശയമുണ്ട്. 2 പ്രധാനപ്പെട്ട കൃതികൾ, ഒന്ന് മഞ്ഞാണ്. ആ മഞ്ഞ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ലോകത്ത് പലയിടങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടത് പ്രമീള നായർ വഹിച്ച പങ്കാണ്. പ്രമീള നായരാണ് മഞ്ഞ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ലോങ് മാത്സ് അത് പബ്ലിഷ് ചെയ്തതും മലയാള സാഹിത്യം മലയാള ലോകത്തു നിന്ന് തന്നെ വിട്ടിട്ട് MTയുടെ പുസ്തകം പുറത്തേക്ക് പോയതും പുറത്തു പോലും ഇങ്ങനെ ഒരു സാഹിത്യകാരൻ കേരളത്തിലുണ്ടെന്ന് അറിയപ്പെട്ടതും. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ജനുവരി 16, 17, 18 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 18 ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പകൽപൂരത്തിന് 3 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി വർണ്ണമഴ, അന്നദാനം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ നാടകം എന്നിവ ഉണ്ടായിരിക്കും.
ക്ഷേത്രം സെക്രട്ടറി സ്വപ്ന ജോളി, പവിത്രൻ വാലിപ്പറമ്പിൽ, VG അഭിമന്യു എന്നിവർ പങ്കെടുത്തു. വിവേകാനന്ദ സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി മതിലകത്ത് യുവജന സംഗമം സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഷിയാബ് കാവുങ്ങൽ, പ്രസിഡന്റ് അനോക് മോഹൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ T പ്രദീപ് കുമാർ, KS ജയ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, ET ടൈസൺ MLA, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശൻ, AISF ജില്ലാ സെക്രട്ടറി KA അഖിലേഷ്, കനിഷ്കൻ വലൂർ, PV വിവേക്, TV വിപിൻ, TR ജിതിൻ, സാജൻ മുളവങ്ങാട്ടിൽ, CK ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. സംഘപരിവാര ശക്തികൾ വിശേഷിപ്പിക്കുന്നത് വിശ്വഗുരു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഭരണാധികാരി, ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്തിൻ്റെ ഒരു ആത്മീയ നേതാവിൻ്റെ പരിവേഷത്തിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയെ വളരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഘപരിവാരം കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മതിലകം സെന്റ് ജോസഫ് സീറോ മലബാർ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യൂസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഫാദർ ജസ്ലിൻ തെറ്റയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡയസ് വലിയ മരത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം, ബാൻഡ് മേളം, വർണ്ണമഴ തുടങ്ങിയവ ഉണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ അരുൺ തെക്കിനിയത്ത്, കൈക്കാരന്മാരായ സ്റ്റീഫൻ പടമാടൻ, വർഗീസ് ചക്കാലമറ്റത്ത്, തിരുനാൾ ജനറൽ കൺവീനർ പോൾ മൂഞ്ഞേലി എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. 2023-24 കാലയളവിൽ SLC+2 പരീക്ഷയിൽ തളിക്കുളം 8ാം വാർഡിൽ നിന്നും ഫുൾ A+ നേടിയവരെയും ഉന്നത വിജയം നേടിയ 40ഓളം കുട്ടികളെയും തസ്കിയത്ത് കൂട്ടായ്മ ആദരിച്ചു. തളിക്കുളം നസീബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് 8ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ MK ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. അംഗീകാരമില്ലാത്ത പല യൂണിവേഴ്സിറ്റികളിലും നല്ല ഫീസ് വാങ്ങി കുട്ടികളെ ചേർക്കുകയും കോഴ്സ് കഴിയുമ്പോൾ പഠിച്ച ആ കോഴ്സിനൊരു വിലയുമില്ലാത്ത സ്ഥലം. ഇപ്പോൾ നമ്മുടെ തലമുറ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. കുട്ടികൾക്ക് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പ് നൽകുന്നുണ്ട്, അവർക്ക് ആവശ്യമായ കൗൺസിൽ നൽകാൻ വേണ്ടി ഒരു പദ്ധതി അറിയിക്കും. പക്ഷേ ഈ ലാപ്ടോപ്പ് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ചില പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് അത് കൊടുത്തത്. ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി. ഷാജു മാസ്റ്റർ അധ്യക്ഷനായി. മഹല്ല് മുത്തവല്ലിമാരായ ഹുസൈൻ മാളിയക്കൽ, നാസിം ചിറക്കുഴി എന്നിവർ ചേർന്ന് ആദരിക്കൽ ചടങ്ങ് നടത്തി. ഷഹബു, ഹാഷിം, മെഹബൂബ് തങ്ങൾ, ഫൈസൽ ഉപ്പാവ, റസാഖ്, യൂനു, ഹാസിം, സൽമാൻ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ അൻവർ, സലീം കാപ്പിൽ, ഫയു, സാബിത്ത്, കുഞ്ഞു, ഫൈസൽ, ഗലീൽ, സഗീർ, ഷംസു, ജമാൽ, അനൂപ്, ഷഹസാദ്, ആദിൽ, മൊമ്മാലി, സിയാദ്, അല്ലമീൻ എന്നിവർ നേതൃത്വം നൽകി. ഉന്നത വിജയം നേടിയ മിടുക്കി മിടുക്കന്മാരെയും തസ്കിയത്ത് കൂട്ടായ്മ ആദരിക്കുകയാണ്. അടുത്ത എക്സാം തുടങ്ങാനായ സമയത്താണ് നമ്മൾ ഈ ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത്. അതിനുള്ള കാരണം മുൻപ്
പരിപാടിയുടെ രീതിയിലാണ് നമ്മൾ ഈ കുട്ടികളെ ആദരിക്കാറുള്ളത്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹരിതം നാട്ടിക ശ്രീനാരായണ കോളേജിൽ നടന്നു. വകുപ്പ് മേധാവിയും പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ ഡോക്ടർ AR രാജുവിന്റെ നേതൃത്വത്തിൽ 2012 ഹരിതം രൂപീകരിച്ചത്. ഡോക്ടർ AR രാജു എൻഡോമെന്റ്, ഡോക്ടർ KN രമേശ് എൻഡോമെന്റ്, TK ഹരിദാസ് എൻഡോമെന്റ്, റോയൽ ബാച്ച് 1979, 2012 മുതലായവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അലുമിനി പ്രോത്സാഹനമായി പലതരത്തിലുള്ള സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട്. ശ്രീനാരായണ കോളേജിൽ നടന്ന സംഗമം റിട്ടയർഡ് പ്രൊഫസർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അനിത അധ്യക്ഷയായി. അലുമിനി സെക്രട്ടറി അശോകൻ, റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ രമേശ്, റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ രാജു, റിട്ടയർഡ് പ്രൊഫസർ സുധ, ഡോക്ടർ ഹുസൈൻ, ഹരിദാസ്, ഡോക്ടർ ശങ്കരനാരായണൻ, കോളേജ് അലുമിനി സെക്രട്ടറി സുഹാസ്, NV വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യോസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡിൻഡോ മുട്ടിച്ചുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ സഹകാർമ്മികനായി. ഫാദർ ജിയാൻഡോ മഞ്ഞുരാൻ തിരുനാൾ സന്ദേശവും നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മരിച്ചവരെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാനയും നടത്തി. വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ TD ജോസ്, കൈക്കാരന്മാരായ വർഗീസ് ചാലക്കൽ, AP റോബി, നവീൻ തോമസ്, ട്രഷറർ ഫ്രാൻസിസ് ചാലക്കൽ, സെക്രട്ടറി ജിജി ജോൺസൺ, ജോസഫ് മാങ്ങൻ, അഡ്വക്കേറ്റ് സന്തോഷ് മുണ്ടുപാല തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണകക്ഷിയിലെ ഭിന്നതയും പ്രതിപക്ഷ തർക്കവും മൂലം പഞ്ചായത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന് BJP മണലൂർ പഞ്ചായത്ത് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടത് മുന്നണികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നാടകത്തിനെതിരെ പ്രതിഷേധവും നടത്തി. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു ഇയാനി, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു വാലിപ്പറമ്പിൽ, മണ്ഡലം ട്രഷറർ വിനോജ്, അനിൽകുമാർ, CS പ്രദീപ് കാണാട്ട്, ഗിരീഷ് കുമാർ ചിറയത്ത്, ഗോപി കൊച്ചത്ത്, മെമ്പർമാരായ രതീഷ് കൂനത്ത്, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത്, പ്രസീത എന്നിവർ സംസാരിച്ചു. രാത്രി തന്നെ വന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവർ വന്നുകൊണ്ട് ഇത് തടയുകയും
ഇതിനെ വലിച്ചു കയറി ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളെ തടസ്സം നിശ്ചയിക്കുകയും ചെയ്തിരുന്നത്. അതിനോടനുബന്ധിച്ച് പിറ്റേ വർക്ക് പുരോഗമിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഒരു നാട്ടിലെ ഈ നാട്ടിലെ ഒരാൾക്കും ഒരു ഉപകാരമില്ലാത്ത കാര്യത്തിലാണ് ഇത്രയും രോഷാകുലരായി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ ഇതിന് അതിക്രമം കാണിച്ചുകൊണ്ട് ഇതിൽ കയറി വന്നിരിക്കുന്നത്. ഒരു പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഗുണമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിലെ 93-94 ബാച്ച് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുൻ ഹെഡ്മാസ്റ്റർ ജോസ് മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ പ്രിൻസ് പൂവത്തിങ്കിൽ വിശിഷ്ടാതിഥിയായി. ഹെഡ് മിസ്ട്രസ് ആനി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. അജീഷ്, ലിംന, അധ്യാപകരായ മേരി, ഹെലൻ, തോമസ്, കമലബായ്, കൊച്ചുമേരി, ജെസ്സി, ലീന, എൽസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ക്ഷീരസംഗമം ശ്രീനാരായണപുരത്ത് മന്ത്രി കെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യവിരുദ്ധർ തകർത്ത CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുനർനിർമ്മിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസ് മോടി പിടിപ്പിക്കൽ തർക്കം. സെക്രട്ടറിയെ LDF പ്രവർത്തകർ ഉപരോധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.